ചികിത്സാ പിഴവിന് പിന്നാലെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ നടപടി തുടങ്ങി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകി. നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ അടിയന്തിരമായി നിയമിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. വീഴ്ചയ്ക്ക് ഉത്തരവാദി ഡോക്ടർ ലളിതാംബികയെന്നും നഴ്സിന്റെ തലയിൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും കുടുംബം ആരോപിച്ചു. മൂത്രസഞ്ചിയിൽ മുറിവുള്ളത് കൊണ്ട് മരുന്ന് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ, സ്റ്റിച്ച് ഇടാൻ പറ്റൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കത്രിക അതിൻ്റെ ഒടിഞ്ഞാണ് കത്രിക പോന്നിരിക്കുന്നത്. കത്രിക ദ്രവിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ കിടന്നതിൻ്റെതായ ഇത് കത്രിക കാണുന്നുണ്ട്. കത്രികയിൽ നിന്നുണ്ടായ കല്ലാണത്. കത്രിക കുത്തി നിന്ന വശം കൊണ്ടാണ് അത് കല്ലായിരിക്കുന്നത്. അവിടെ ഞങ്ങൾ ഈ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് അവിടെ വേറെ ആരെയും ഞങ്ങൾക്കറിയില്ല. ഡോക്ടറിൻ്റെ കുറ്റം മറ്റൊരാളുടെ ഇതിലോട്ട് കെട്ടിവെക്കില്ല ഡോക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ അത് ഡോക്ടറാണ് അതിൻ്റെ ഉത്തരവാദി, അല്ലാണ്ട് നേഴ്സല്ല. ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ സാധനങ്ങൾ എടുത്തോ എന്നുള്ളത് ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ് തിരക്കേണ്ടത്. അതിനിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിനെ KC വേണുഗോപാൽ MP കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുന്നു. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ പാലാഴി, ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ലളിതാംബികയാണ് ആദ്യമായി ഒരു പ്രതികരണം നടത്തിയത്. അത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഈ ആർട്ടറി ഫോർസെപ്സ് 5 അല്ല 50 വർഷം വയറ്റിൽ കിടന്നാലും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു ആ വിവാദ പ്രതികരണം. പക്ഷേ ഇപ്പോൾ ഇതാ ഉഷ ജോസഫിന്റെ ചികിത്സ ഒരു നിർണായക ഘട്ടം കഴിഞ്ഞപ്പോൾ ആശുപത്രി ഡോക്ടർമാർ നിലവിൽ കുടുംബത്തോട് അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഉഷയുടെ ബന്ധു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ കത്രിക ഇരുന്ന ഭാഗം, അവിടെ കത്രിക കൊണ്ടിരുന്ന ആ ഭാഗം അവിടെ അതൊരു കല്ലായി രൂപപ്പെട്ടിരിക്കുന്നു. അതല്ലാതെ മൂത്രത്തിൽ കല്ലല്ല എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ആ കല്ലിരുന്ന ഭാഗത്ത് നിന്ന് കത്രിക എടുക്കുന്നതിൻ്റെ ഇടയാണ് അത് ദ്രവിച്ചിരുന്ന ഭാഗം ഒടിഞ്ഞ് പോയത് എന്നുകൂടി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മൂത്രസഞ്ചിയിൽ ഒരു മുറിവുണ്ട്. അത് ഈ കത്രികയുടെ അഗ്രഭാഗം കൊണ്ടുണ്ടായ മുറിവാണ്. അത് നിലവിൽ തുന്നിക്കെട്ടാനോ മറ്റ് ചികിത്സാ രീതികൾ അവിടെ നൽകാനോ കഴിയില്ല. മരുന്നുകൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 1.5 ആഴ്ച അമൃത ആശുപത്രിയിൽ തന്നെ ചികിത്സയുമായി തുടരണം എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഡോക്ടർക്ക് ഒരു പിഴവുമില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഇന്നലെ മന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതിനെതിരെയാണ് ഇവരുടെ ഉഷയുടെ ബന്ധുക്കൾ അതിരൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഡോക്ടർക്ക് പിന്മാറാനാവില്ല. ഉത്തരവാദി ഡോക്ടർ മാത്രമാണ്. ഒരു നഴ്സിന്റെ തലയിൽ അത് കെട്ടിവെച്ചുകൊണ്ട് ഡോക്ടർക്ക് തടിയൂരാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് നിലവിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നഷ്ടപരിഹാരം വേണം എന്നൊരാവശ്യം അവർ പറയുന്നുണ്ട്. കാരണം ഈ 5 വർഷത്തിൽ വേദന അനുഭവിച്ചിരുന്ന പല കാലങ്ങളിലും ജോലിക്ക് പോകാനായിട്ടില്ല. അത് നികത്താൻ സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ആവശ്യം. ദിലീപ്, സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉഷ ജോസഫിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.